പല ആശയക്കാരുള്ള, പല മതക്കാരുള്ള, പല ചിന്താധാരകൾ പേറുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിന്റെ ഇടയിൽ, ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം അവൻ എങ്ങനെയാവണം, അവന്റെ നിലപാടുകൾ എന്താവണം, വളരെയേറെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് പോലെ മാനവ സൗഹാർദ്ദത്തിനു വേണ്ടി മതത്തിന്റെ കാര്യങ്ങളെ പരസ്പരം കൂട്ടിക്കലർത്തിയിട്ടുള്ള അപകടകരമായ മതസൗഹാർദ്ദമല്ല. പിന്നെയോ കൃത്യമായി പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ നിലപാടെന്താവണം, മറ്റുള്ളവരെ പ്രീണിപ്പെടുത്തുന്നതിനു വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു നല്ലയാളാണെന്ന് കാണിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ നിയമങ്ങളെ വലിച്ചെറിയലല്ല. പിന്നെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് നാം പഠനം നടത്തുമ്പോ അവിടെയെല്ലാം ഒരു വിശ്വാസിയുടെ നിലപാടുകൾ എന്താവണമെന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കിടന്നു വരുമ്പോ മക്കയുടെ മണൽത്തരികളിലേക്ക്, മക്കയുടെ മണലാരുണ്യത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കിടന്നു വരുമ്പോ 3 വർഷത്തോളം റസൂലുള്ളാഹി തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തുകയാണ്. പിന്നീട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പരസ്യമായ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രവാചകൻ തുടക്കം കുറിക്കുമ്പോ അതാ മക്കാ കുഫാറുകൾ മുഴുവനും എതിർക്കുകയാണല്ലോ. മക്കാ കുഫാറുകളിൽപ്പെട്ട പ്രമാണിമാർ, മക്കാ കുഫാറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പീഡനങ്ങൾ ഇഴിച്ചുവിടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റി പരിശുദ്ധ ഇസ്ലാമിലോട്ട് കടന്നു വന്ന സമൂഹത്തിലെ പാവപ്പെട്ടവരായ അടിമകളായിരുന്ന, പണമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടന്നു വെന്തുരുകിയിരുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്കെതിരെ മൃഗീയമായ പീഡനങ്ങൾ ഇഴിച്ചുവിടുകയാണ്. മനംമടിപ്പിക്കുന്ന ക്രൂരതകൾ, മനംമടിപ്പിക്കുന്ന മോശമായ ക്രൂരതകൾ അവർക്കെതിരെ അഴിച്ചുവിടുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സഹായനാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുകയാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു, ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന യജമാനന്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വരുമ്പോ മക്കാ കുഫാറുകൾ മുഴുവനും വിവസ്ത്രനായിട്ട് മണലാരുണ്യത്തിന്റെ ചുറ്റുപടുത്ത് കിടക്കുന്ന പൂർത്ത കല്ലുകൾക്ക് മുകളിലൂടെ വലിച്ചിഴക്കുകയാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ. മഹദിയായ ഷഹീദ സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ആന്തരിക അവയവങ്ങൾ പോലും തകരുന്ന രീതിയിൽ മോശമായ രീതിയിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുകയാണ്, ക്രൂരതകൾ അഴിച്ചുവിടുകയാണ്. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കേ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുപോയ ഹബീബായ പ്രവാചകൻ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന അത്രമേൽ പീഡനങ്ങൾ അഴിച്ചുവിടുമ്പോഴും, മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയാക്കുമ്പോഴും, എത്ര വലിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടിട്ടും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ, ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാതെ, ഈമാന്റെ മാധുര്യം നെഞ്ചിലേറ്റിയ പ്രവാചകന്റെ പുണ്യ സഹാബത്തിനെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാതെ എത്ര വലിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടിട്ടും മക്കാ കുഫാറുകൾ നിസ്സഹായരാവുകയാണ്. പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ പീഡനങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവസാനം പ്രവാചകന്റെ മുമ്പിലേക്ക് പ്രലോഭനത്തിന്റെ നയവുമായി അവരെ കടന്നു വരികയാണ്. മക്കാ കുഫാറുകളുടെ പ്രമാണിമാർ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തെത്തുന്നു. എന്നിട്ട് പറയുന്നു, മുഹമ്മദേ, നീ എന്തിനാണ് സമൂഹത്തിന്റെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കുന്നത്? ഈ സമൂഹത്തിന്റെ ഇടയിൽ പരസ്പരം നീ പോരുണ്ടാക്കുന്നത് എന്തിനാ? ഉമ്മാനെയും വാപ്പാനെയും തമ്മിൽ തെറ്റിക്കുന്നത് എന്തിനാ? മക്കളെയും മാതാപിതാക്കളെയും തമ്മിൽ തെറ്റിക്കുന്നത് എന്തിനാ? സഹോദരന്മാരെ തമ്മിൽ തെറ്റിക്കുന്നത് എന്തിനാ? നിനക്ക് നിന്റെ പ്രബോധനം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? നിന്റെ ഈ പുതിയ മതത്തിന്റെ പ്രചരണം നിനക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? മുഹമ്മദേ, നീ ആഗ്രഹിക്കുന്നത് സമ്പത്താണോ?
നിനക്ക് സമ്പത്ത് നേടുന്നതിന് വേണ്ടിയുള്ള ആശയമാണോ ഇത്? സമ്പത്ത് നേടുന്നതിന് വേണ്ടിയാണോ? എങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ നിനക്കും മതി വരുവോളം സമ്പത്തിനാ നൽകാൻ ഞങ്ങൾ നൽകാം. ഇനി അതല്ല നിനക്ക് വേണ്ടത് സുന്ദരികളായ പെണ്ണുങ്ങളെയാണോ? മക്കയിലെ ഏറ്റവും സുന്ദരിയായ കുലീനകളായ സ്ത്രീകളെ നിനക്ക് മുമ്പിൽ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും. നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തരാം. ഇനി അതല്ല നിനക്ക് മക്കയുടെ അധികാരമാണോ വേണ്ടത്? മക്കയുടെ അധികാരമാണോ നിനക്ക് വേണ്ടത്? എങ്കിൽ അതും നിനക്ക് വകവെച്ച് തരാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ ഈ പ്രബോധനത്തിൽ നിന്ന് നീ ഒന്ന് പിന്മാറുമോ മുഹമ്മദ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പ്രലോഭനത്തിന്റെ നയവുമായി മക്ക കുഫാറുകളുടെ പ്രമാണിമാര് കടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലൗ വദഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി. ഈ ദുനിയാവിന്റെ എത്ര വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എനിക്ക് നൽകിയാലും, ഈ ദുനിയാവിന്റെ എത്ര വലിയ സൗകര്യങ്ങൾ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞാലും, ഈ കാണുന്ന സൂര്യനെ എന്റെ വലത് കൈയിലും ചന്ദ്രനെ എന്റെ ഇടത് കൈയിലും വെച്ചു തന്നാലും, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഈ പ്രബോധനത്തിൽ നിന്നൊരടി പോലും ഞാൻ പിന്നോട്ട് പോകില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ, അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം വിജയം കാണുന്നത് വരെ ഈ പാതയിൽ എത്ര വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആർജവത്തോടുകൂടി മറുപടി പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർജവത്തോടുകൂടി മറുപടി പറയുമ്പോ പ്രലോഭനം കൊണ്ടും പ്രവാചകനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവസാനം പുതിയൊരു നയവുമായി ഇവരെ കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നിനക്കും എനിക്ക് ഞങ്ങൾക്കും സ്വീകാര്യമായ മുഹമ്മദേ, നിനക്കും ഞങ്ങൾക്കും സ്വീകാര്യമായ ഒരു ആശയം ഞങ്ങൾ പറയാം. അത് വളരെയേറെ നല്ലൊരു ആശയമാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ സമാധാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ഇടയിലുള്ള സൗഹൃദങ്ങൾ പരസ്പരം ഊഷ്മളതയോടുകൂടി നിലനിൽക്കും. ഈ ആശയത്തെ നീ ഒന്ന് ചിന്തിക്കുക. ഈ ആശയം നിനക്ക് കഴിയുമോ എന്ന് നീ ഒന്ന് നോക്ക്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ പദ്ധതി? എന്താ? കുഫാറുകൾ പറയുകയാണ്, നഅബുദു ഇലാഹക സനാ വതഅബുദു ആലിഹതനാ സനാ. മുഹമ്മദേ, നമ്മുടെ മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കാൻ, ഈ സമൂഹത്തിന്റെ ഇടയിലുള്ള സൗഹാർദ്ദങ്ങൾ ഊഷ്മളതയോടുകൂടി നിലനിൽക്കാൻ നമുക്ക് മതങ്ങൾ തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. നഅബുദു ഇലാഹക സനാ, നീ പറയുന്ന ഏകനായ നിന്റെ രക്ഷിതാവിനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വർഷം ആരാധിക്കാം. വതഅബുദു ആലിഹതനാ സനാ, നിന്റെ ദൈവങ്ങളെ, ഞങ്ങളുടെ ദൈവങ്ങളെ നീ ഒരു വർഷം ആരാധിക്കണം. അങ്ങനെ പരസ്പരം നമുക്ക് മതങ്ങൾക്കിടയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, മതത്തിന്റെ ആചാരങ്ങൾക്കിടയിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി നമ്മുടെ മനുഷ്യ സൗഹാർദ്ദത്തെ നമുക്ക് ഊഷ്മളതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം മുഹമ്മദ് എന്ന് പറഞ്ഞ് മതങ്ങൾക്കിടയിലുള്ള ഒരു സംഘടനത്തെ കുറിച്ച്, ഒരു ലയനത്തെ കുറിച്ച് പ്രവാചകന്റെ മുമ്പിൽ ആശയവുമായി കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് പറന്നിറങ്ങുകയാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പോരി കൊടുക്കുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബതും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുകും വലിയ ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും നാം പാരായണം ചെയ്യുന്ന ആയത്താണ്. പക്ഷേ ഒരു വിശ്വാസിയുടെ നിലപാടിനെ കുറിച്ചാണ് പറയുക. ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ നിലപാടിനെ കുറിച്ച് വ്യക്തമായി അല്ലാഹു പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട്, ഒരു വർഷം നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം. മുഹമ്മദേ, നിന്റെ ദൈവത്തെ ഒരു വർഷം ഞങ്ങൾ ആരാധിക്കാം. അടുത്ത ഒരു വർഷം നമുക്ക് എല്ലാവർക്കും കൂടി ലാത്തയും ഉസ്സയും ആരാധിക്കാം.
സൂക്ഷിക്കാം. അങ്ങനെ മതങ്ങൾക്കിടയിൽ ഒരു ലയനം നടത്തിയിട്ട് നമ്മുടെ സൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന മക്കാ കുഫാറുകളുടെ മുമ്പിൽ കൃത്യവും വ്യക്തവുമായ മറുപടി അല്ലാഹു നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇല്ല ഇല്ല, സാധ്യമല്ല. നിങ്ങൾ പറയുന്ന ദൈവങ്ങളെ ആരാധിക്കാൻ സാധ്യമല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കാൻ സാധ്യമല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്ന ഏകനായ സർവേശ്വരനും സർവാധിപതിയും സർവലോക പരിപാലകനുമായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, ഞാൻ ശാഠ്യം പിടിക്കില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ നിലപാടാണിത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങളുടെ ആചാരങ്ങള്, നിങ്ങളുടെ അനുഷ്ഠാനങ്ങള് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്റെ ആചാരങ്ങളെയും നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നമ്മുടെ ഇടയിലുള്ള സൗഹാർദ്ദങ്ങൾക്കൊരു വിള്ളലുമില്ല. പരസ്പരം സ്നേഹത്തോടെ, അനുകമ്പയോടെ, ആർദ്രതയോടെ, കരുണയോടുകൂടി ജീവിക്കുന്നതിനോടൊപ്പം ആചാര വിഷയങ്ങളിൽ, മതത്തിന്റെ വിഷയങ്ങളിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്ന ഒരു ജീവിതമാണെന്നൊരു നിലപാടാണ് നാനാജാതി മതസ്ഥരുള്ള, പല ആശയക്കാരുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിമിന്റെ നിലപാടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെയേറെ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ അപകടകരമായ ചില തലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഏറ്റവും വലിയ മാനവിക സൗഹാർദ്ദം എന്ന് പറഞ്ഞു മതത്തിന്റെ വിഷയങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുമ്പോ, മറ്റുള്ളവരുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും നെഞ്ചിലേറ്റുമ്പോ, മറ്റുള്ളവരുടെ ആചാരങ്ങളെ നെഞ്ചിലേറ്റി അവരെക്കാൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോ, അത് അല്ലാഹുവിന്റെ ദീനിൽ സ്വീകാര്യമല്ല, അത് അല്ലാഹുവിന്റെ ദീനിൽ അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കൃത്യമായി നമ്മൾ പാലിക്കണം. ആ പാലിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു മതസ്ഥരോട് സ്നേഹത്തോടുകൂടി പെരുമാറണം. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ